പിടിച്ചെടുത്ത് 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 നിലമ്പൂർ UDF പിടിച്ചെടുത്ത് നിലമ്പൂർ UDF പിടിച്ചെടുത്ത് ആര്യാടാ ഷൗക്കത്ത് ഞങ്ങളുടെ ഓമന നേതാവേ ധീരതയോട് നയിച്ചോളൂ. ഇവിടെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ പലതരത്തിലുള്ള കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുവാൻ മാധ്യമങ്ങളുടെ സഹായത്തോടുകൂടി, ചില പത്രങ്ങളുടെ സഹായത്തോടുകൂടി, ചില ചാനലുകളുടെ സഹായത്തോടുകൂടി ഇടതുപക്ഷം പഠിച്ച പണി 18 പയറ്റിയിട്ടും ഏറ്റവും അവസാനം ഉജ്ജ്വലമായൊരു വിജയം നമുക്ക് നേടിയെടുക്കുവാൻ സാധിച്ചു. എന്ന് മാത്രമല്ല, TV അൻവർ എന്ന് പറയുന്ന ഒരു കുലംകുത്തി കോൺഗ്രസിനോടൊപ്പം നിൽക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വന്ന് അവസാനം കോൺഗ്രസിന്റെ നേതാക്കന്മാരെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തി എങ്ങനെയും ആര്യ തോൽപ്പിക്കുവാൻ വേണ്ട ശ്രമമാണ് അദ്ദേഹം നടത്തിയത്. ആ PV അൻവറിന് ശക്തമായ ഒരു താക്കീത് കൊടുക്കുവാൻ നിലമ്പൂരിലെ ജനങ്ങൾ തയ്യാറായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിലമ്പൂരിലെ ജനങ്ങൾ മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഈ പിണറായി വിജയന്റെ ഈ നശിച്ച ഭരണത്തിൽ അങ്ങേയറ്റം ശക്തമായ പ്രതിഷേധം അറിയിക്കുവാനും ഈ നശിച്ചു നാറിയ പിണറായിസത്തിനെതിരെ നമ്മുടെ സഹപ്രവർത്തകർ എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ടാണ് ഈ ഉജ്ജ്വലമായ വിജയം നമുക്ക് നേടിയെടുക്കുവാൻ സാധിച്ചത്. ആര്യാടൻ ഷൗക്കത്തിൻ്റെ ആ വിജയത്തിന് വേണ്ടി പത്തനംതിട്ടയിൽ നിന്നും നമുക്ക് കുറച്ച് പ്രവർത്തകർക്കൊക്കെ പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് പത്തനംതിട്ട ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷകരമായ കാര്യമാണ്. അവിടെ ഞങ്ങൾ ചെന്നപ്പോൾ കണ്ട കാഴ്ച, ഓരോ കുടുംബ സംഗമങ്ങളിലും 100 കണക്കിന് ആളുകളാണ്, വനിതകൾ ഉൾപ്പെടെ. അവരെല്ലാം ഈ പിണറായിയെ ശപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നാടിനെ ശപിക്കുന്ന, ഈ നാടിനെ ഇത്രയധികം ദുരിതത്തിലാക്കിയ ഈ ഗവൺമെന്റിനെതിരെ പോരാടുവാൻ നമുക്ക് ഒന്നിച്ചു നിൽക്കേണ്ട ഒരു കാലഘട്ടം അതിക്രമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് ഇവിടെ നിൽക്കുന്ന സഹപ്രവർത്തകരോട് പറയാനുള്ളത്, ഈ വിജയം, ഇപ്പോൾ ഞാൻ പറഞ്ഞ 3-4 സ്ഥലങ്ങളിലെ വിജയങ്ങൾ, ആ വിജയങ്ങൾ നമുക്ക് അഹങ്കാരത്തിന് വേണ്ടിയിട്ടുള്ളതല്ല. കൂടുതൽ വിനയാന്വിതരായി പ്രവർത്തിക്കുവാനും ജനങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുവാനും ബൂത്തുകളിലും വാർഡുകളിലും നമ്മുടെ സാന്നിധ്യം ഉണ്ടാക്കുവാനും ഇവരുടെ ഈ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുവാനും ജനങ്ങളെ അതിനനുസരിച്ച് ശക്തമായ പ്രതിഷേധ പരിപാടികൾ കൂടി ജനങ്ങളെ നമ്മളോടൊപ്പം കൊണ്ടുവരുവാനും നമുക്ക് കഴിഞ്ഞെങ്കിൽ മാത്രമേ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ഉജ്ജ്വലമായ ഒരു വിജയം അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ.